ഹലോ ഗായ്സ്, വെൽക്കം ടു 22nd ഡേ ഓഫ് വെല്ലോ ചലഞ്ച് ഡേ എന്ന് പറയണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ ഒരു കാര്യം വെയിറ്റ് ലോസിനെ പറ്റിയിട്ടില്ല. വെയിറ്റ് ലോസ് ടിപ്സ് ഇല്ല, റെസിപ്പീസ് ഇല്ല, ഒന്നുമില്ല. ഇന്ന് എൻ്റെ കുട്ടി കുട്ടി വിശേഷങ്ങൾ അടങ്ങി ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇന്ന് ഞങ്ങൾ ലേഡീസ് ഒള്ളി ട്രിപ്പ് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നിവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ ആയിരിക്കും. മക്കളൊന്നും സ്കൂളിൽ പോകാനില്ല, ഹസ്ബൻഡ് വർക്കിന് പോകാനില്ല, എല്ലാവർക്കും ഇന്ന് ലീവാണല്ലോ. അപ്പം ഞങ്ങളൊന്ന് ലേഡീസ് ഒള്ളി ട്രിപ്പ് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ. ലേഡീസ് ഒള്ളി ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഇറങ്ങിയതാണെന്ന് വിചാരിക്കും. അല്ല, ഫ്രണ്ട്സ് മാത്രമല്ല ഉണ്ടായിരുന്നു, ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പരിചയമില്ലാത്ത ലേഡീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. നമുക്ക് ആൾക്കാരെ പരിചയപ്പെടാനും സംസാരിക്കാനും ഇപ്പം പല പല കാര്യങ്ങൾ അറിയാനും ഒക്കെ പറ്റിയിട്ട നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടായത് കേട്ടോ. അപ്പോൾ സൺറൈസ് കാണാൻ വന്ന ഞങ്ങളെ സണ്ണ് വല്ലാണ്ട് പറ്റിച്ചു. സണ്ണുണ്ട് മേഘങ്ങളുടെ ഇടയിൽ നിന്ന് കാണുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സൺറൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഫ്ലോപ്പായി പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് സൂക്കിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഖത്തറിൽ ദോഹയിൽ ഇറാനി സൂക്കാണ് കേട്ടോ ഇത്. ഇറാനി സൂക്ക് സാധാരണ ഭയങ്കര തിരക്കുള്ള ഒരു സൂക്കാണ് കേട്ടോ, ഒരു ഈവനിങ്ങിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ മോർണിംഗിൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഈ പ്രാവുകളും ഭയങ്കര കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല തണുപ്പും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ സൂര്യൻ വന്നിരിക്കുന്നു മക്കളെ. സൂര്യനെ കണ്ടെത്തിയിരിക്കുന്നു. ഒരു ഭയങ്കര പാടായിരുന്നു ക്ലൗഡ് കാരണം സൂര്യനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ സൂര്യനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ സന്തോഷവും അതിൻ്റെ കോമഡിയൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിക്കും ഇതൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പ്രാവിനോട് അടുത്തൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്ത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രാവിന് തീറ്റൊക്കെ കൊടുത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ഉള്ളോട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക് പിടിച്ച ഏരിയ ആയിരിക്കും രാത്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഭയങ്കര കാമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം പോലെ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സൂക്കാണ് കേട്ടോ ഇത്. ഖത്തറിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സൂക്കാണ് കേട്ടോ ഇത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വ്ളോഗിങ് എടുക്കാൻ പഠിച്ചു വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് തെറ്റും ബോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ. ഞാൻ ഇങ്ങനെ പഠിച്ച് റെഡിയായി വരും. അങ്ങനെ ഞങ്ങൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അറബ് ഫുഡാണ് എടുത്തത്. ഹമൂസ്, പിന്നെ മുത്തബല്, ഫൂല്, കുബൂസ്, പിന്നെ ഫലാഫില്, പിന്നെ എഗ്ഗിന് വെച്ചിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതൊക്കെ കഴിച്ച് എൻ്റെ ഡയറ്റ് ഇന്ന് ഒരുവിധം ആയിട്ടുണ്ട്. ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു, കുബൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ എങ്ങനെയല്ലാതെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട്, കാരണം പൊരിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ആയിരുന്നു എൻ്റെത്. അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് സ്ക്രീനിൽ കാണുന്ന മാതിരിയല്ല, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കണ്ണിൽ കാണുമ്പോൾ ഒരുപാട് തിങ്ങി നിൽക്കുന്ന മേഘങ്ങൾ, പ്രാവുകൾ, ആ ഫനാറും കൂടി കാണുമ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ പടിഞ്ഞിട്ട് ഒറ്റക്കെടുത്തം കിടന്നതാണ്. കാരണം ഇങ്ങനെ ഏർലി മോർണിംഗ് പോണ കാരണം തന്നെ ഞാൻ തലേന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങി. ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോ, നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് പുറത്തുനിന്നാണ് വാങ്ങിച്ചത് ഫുഡ്. ചോറ്, കറി, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തത് ഇതാ ഒരു കോരി ചോറെടുത്തു, 100 ഗ്രാംസ് ചോറെടുത്തു. പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും എടുത്തു. പിന്നെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി ഞാൻ അതിലോട്ട്. പിന്നെ ഉപ്പേരികൾ 2 ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച്. ഓക്കെ, ഹായ് ഗായ്സ്, ഇതാ ഞങ്ങൾ പുറത്തു പോകാൻ പോവാണ്. എൻ്റെ കുട്ടി കറിയൊന്നല്ല, അങ്ങനെ ഞങ്ങൾ പുറത്തു പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോർണിംഗിൽ ഇറാനി സൂക്കിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഇറാനി സൂക്കിൽ പോകണം എന്നൊരാഗ്രഹം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അതന്നെ അങ്ങോട്ട് തന്നെ പോകാൻ വിചാരിച്ചു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗ് വൈബും ഈവനിങ് വൈബും കാണിച്ചു തരാമല്ലോ ഇറാനി സൂക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ നടത്തം എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ ഈ 3 പേരും. കാരണം എന്താ വെച്ചാൽ എക്സസൈസ് വെച്ചിട്ട് എൻ്റെ കാലാകെ പെയിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നടക്കണം കണ്ടിട്ട് അവരെന്നെ കളിയാക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂക്കിൽ നിന്ന് അങ്ങോട്ട്. ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ശരിക്കും ഇറാനി സൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇതാ നമ്മൾ മോർണിംഗിൽ കണ്ട അതേ സ്ഥലം തന്നെയാണ്.
ഇത് ഇന്ന് രാത്രിയിൽ അതേ സെയിം ഡേ രാത്രിയിൽ ഒരു രക്ഷയില്ല. ആൾക്കാരെ കൊണ്ടങ്ങ് തിങ്ങി നിറഞ്ഞ് നമുക്ക് നടക്കാനും ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും തിരക്കാണ് കേട്ടോ ഇറാനി സൂക്ക്. ഏത് വീക്കെൻഡിൽ പോയാലും ഇതന്നെയാണ് അവസ്ഥ. മോർണിംഗിൽ ഓഫായി കിടന്നിരുന്ന സൂക്കാണ് കേട്ടോ ഇത്. രാത്രി ആയപ്പോഴത്തേന് ഫുൾ ഓണ്, ഫുൾ വൈബായിട്ട് അടിപൊളിയായിരുന്നു. ഈ സൂക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പഴമ ലുക്ക് ഫീൽ ചെയ്യല്ലോ അല്ലേ. ഇവിടുത്തെ സൂക്കുകളൊക്കെ എങ്ങനെയാണ് കേട്ടോ, ഒരു പഴമയുടെ പ്രതീതി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കടകളുണ്ട്. ബേർഡ്സിൻ്റെ കട, നട്ട്സ്, സ്പൈസസ് സെയിൽ ചെയ്യുന്ന, സൈക്കിൾ സെയിൽ ചെയ്യുന്ന, മിഠായി സെയിൽ ചെയ്യുന്ന, ഒരു ടോയ്സ് സെയിൽ ചെയ്യുന്ന, ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന, അതുപോലെ ഒരുപാട് ടൈപ്പ് കടകൾ ഇതിനുള്ളിലുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അതിലൊരു പ്രത്യേക തരം നാരങ്ങ ഇരിക്കുന്ന കണ്ടിട്ട് അതിൽ അട്രാക്ഷൻ കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കിയത്. പച്ച പ്ലം പോലെയും ഒക്കെ ഫീൽ ചെയ്തത്. ഈ നാരങ്ങ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നു നോക്കിയത്. വളരെ വലിപ്പമുള്ള നാരങ്ങയാണ് കേട്ടോ അത്. ഇതെന്താ? ബെറീസ് ആണ് അത്രേ. എന്ത് ബെറീസ് ആണോ, എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാൻ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്ലം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ഹണി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊന്ന് പോയി. ഇവിടെ ഹണി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഫസ്റ്റ് അട്രാക്ട് ചെയ്ത ഒരു കൗണ്ടറാണ് കേട്ടോ ഇത്. കസാക്കിസ്ഥാനിലെ കൗണ്ടർ. സാധാരണ ഹണി ബ്രൗൺ കളർ അല്ലേ ഉണ്ടാവുക. ഇതിൽ പല വെറൈറ്റി കളേഴ്സ്, വെള്ള, മഞ്ഞ, പിങ്ക്, അങ്ങനെ പറഞ്ഞ് പല പല കളേഴ്സ്. ആകെ കൺഫ്യൂഷനായി, ഇതെന്താണ് ഇങ്ങനെ കളറിലുള്ള ഹണികൾ ഉണ്ടാവുമെന്ന്. അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഇതൊക്കെ ഓരോ ഫ്ലേവേർഡ് ഹണിയാണ്. അത് ജിഞ്ചർ, അങ്ങനെ ലാവൻഡർ, അങ്ങനെ പറഞ്ഞിട്ട് പല പല ഫ്ലേവേഴ്സ് കൂട്ടിയിട്ടുള്ള ഹണിയാണെന്നുള്ളത് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് നോക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും നിങ്ങൾ ഇപ്പം വാങ്ങുന്നു. വെറും പ്രഹസനം മാത്രം. ഞങ്ങൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. അവരെന്തായാലും ടേസ്റ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് ഇടാ. You have the ginger flavor. This one. Taste ഇല്ല. ടേസ്റ്റ് ഇല്ല. റിച്ചുവിന് ഇഷ്ടപ്പെടാ? വലിയ ജിഞ്ചറൊന്നും ഇല്ലല്ലോ. പിന്നെ അട്രാക്ട് ചെയ്തൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അതിൻ്റെ ബൗളും അതിൻ്റെ സെറ്റപ്പും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ഈ ഹണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഹണി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ എന്തായാലും വില പേശി നോക്കുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിക്ക് എങ്ങനെ പ്രൈസ് കുറഞ്ഞ് കിട്ടുമെന്നുള്ളത്. എന്തായാലും പിന്നെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ കൗണ്ടേഴ്സ് ഉണ്ടല്ലോ അവിടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെയുണ്ട് ഹണി? കഴിച്ച് മത്താവുമല്ലോ. ഇത് പോരാ, മറ്റിൻ്റെ ടേസ്റ്റില്ല. ഹണി ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഇവിടെ ഓരോ കൺട്രിയുടെ ഹണിയും ഇവിടെ അവൈലബിൾ ആണ്. സുഡാന്, ഒമാന്, ഇറാൻ, ഇറാഖ്, ഖത്താർ, സൗദി അറേബ്യ, പിന്നെ ദുബായ്. പിന്നെ ഇവിടെ ആരൊക്കെ ഉള്ളത്? ബഹ്റൈൻ, ഖത്തർ, പിന്നെ ഇവിടെ എന്താ, പിന്നെ ഏതാണ്? തുനീഷ്യ, ഓസ്ട്രേലിയ ഉണ്ടാ? ഓസ്ട്രേലിയ കണ്ട? വെറുതെ ഇങ്ങോട്ട് പറയാല്ലേ. ഒരുപാട് കൺട്രി. ഇവിടെ USA, അവിടെ USA ഉണ്ടാ? UAE. അയ്യോ, അങ്ങനെ ഒരുപാട് കൺട്രിയുടെ ഹണി അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഒമാൻ ഹണി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലപ്പോൾ വാങ്ങാൻ ചാൻസ് ഉണ്ട്. വെറൈറ്റി ഹണിയാണ്. ഓരോ ഹണി ടേസ്റ്റ് ചെയ്യുമ്പോഴും പല പല ടേസ്റ്റാണ്. ഇതിപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ടേസ്റ്റ് ചെയ്ത് നമുക്ക് മത്തായി മാറും. അതുകൊണ്ട് നമ്മളൊന്ന് ടേസ്റ്റിക്ക് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കാണാൻ ഇറങ്ങിയതാണ്.
വേറെ ഫോട്ടോ എടുക്കാം. കൗണ്ടറുകൾ ഏതൊക്കെ വെച്ചാൽ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, പാകിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ കാണാം. അങ്ങനെ വേറൊരു ഒമാനി ഇതിൽ കയറി നോക്കിയപ്പോൾ അത് ടേസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ. ഏതാണ്ട് ആദ്യം കണ്ട അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസും അതിനേക്കാളും കുറവായിട്ടാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഹസ്ബൻഡ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അയാളോട്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ വേറൊരു അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ലൈവ് ഹണിബി ഒക്കെ അവിടെ ഉണ്ട്. മക്കൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്ത് അവർ വല്ലാണ്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ലൈവായിട്ട് കാണും. അത് ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും മക്കളും ഒന്ന് കറങ്ങി വന്നപ്പോഴത്തെ ഹസ്ബൻഡ് കവറായിട്ട് വന്നിട്ടുണ്ട്. മൂപ്പര് വാങ്ങിച്ചു, ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു. അയാൾ ഇന്നും കൂടിയേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നന്നായിട്ട് ബാർഗെയിൻ ചെയ്തപ്പോൾ സംഭവം നല്ല ഒത്ത വിലക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഹണി വാങ്ങിച്ച് ഇറങ്ങി ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോവാ കേട്ടോ. രാവിലെ കണ്ട ഒരു പോലെയല്ല പറ രാവിലെ കണ്ട അതേപോലെയല്ല ഇവിടെ. ഇപ്പൊ ഒരുപാട് ആൾക്കാരും നിറയെ തിരക്കുമാണ്. ഈ രാത്രി ആയിട്ടുണ്ടെങ്കിൽ അപാര തിരക്കായിരിക്കും കേട്ടോ. ഇത് ദോഹയിലാണ്. ഇവിടെ ഇതുപോലെ ശീശ വലിച്ചിരിക്കാനും ഫുഡ് അടിക്കാനും റെസ്റ്റോറൻറ്റും ഷോപ്പും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും കേട്ടോ. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഷോപ്പ് പീസസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ജീമ്പൂമ്പ അതിനെ ഇങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ജീനി വരും. ജീനി റയ്യാൻ എന്താണ് നിനക്ക് വേണ്ടത് ചോദിക്കും. വരൂ, വീട്ടിലെത്തിയാ വരൂ ജീനി. നീ ഉറങ്ങിക്കിടക്കുമ്പോഴാ വരികയെന്ന് മാത്രം. എന്നിട്ട് റയ്യാൻ എന്താ നിനക്ക് വേണ്ട. അതിന് വലുതുണ്ടാവും. അപ്പൊ വലിയ ജീനി, ഇത് കുഞ്ഞ ജീനിയുടെയാണ്, കുട്ടി ജീനിയുടെയാണ്. വലുതുണ്ടാവും ഇവിടെ. അതാ ഇതാ നല്ലോണം ഒഴിഞ്ഞോ. ജീനി വരൂ. ഒഴിഞ്ഞാ സെറ്റായാ. ഇനി രാവിലെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ജീനി വരൂട്ടാ. അതൊന്നും ഞാൻ പറയില്ല, ജീനി വരൂ. ചില ഷോപ്സിലെ സാധനങ്ങളൊക്കെ ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഇതേപോലത്തെ തുർക്കിഷിലായിട്ടുള്ള ഷോപ്സ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഷോപ്പ് ഭയങ്കര കൺജസ്റ്റഡ്, പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ തുർക്കിഷ് ടൈപ്പ് ഐറ്റംസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. വല്ലാണ്ട് ഉള്ളോട്ട് കയറാൻ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അതിൽ അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വല്ലാണ്ട് കയറിയില്ല, ജസ്റ്റ് ഈ ലൈറ്റൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റെസ്റ്റോറന്റിൽ കയറാന്ന് വിചാരിച്ചു. ഭയങ്കര തിരക്കില്ല, ഒരു സീറ്റ് ഇട്ട ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ സീറ്റ് നോക്കിയിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, സീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഒന്ന് വിശപ്പ് അടക്കാൻ ഇതേപോലെ സ്ട്രീറ്റ് ഫുഡായിട്ട് അവരിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചീസ്, പിന്നെ അതേപോലെ ഒമാനി ചിപ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു റാപ്പ് ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. അത് വാങ്ങിച്ചതിന് ശേഷം മക്കൾ ജസ്റ്റ് ഒന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അതവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ ഞാനിത് കഴിച്ചില്ല, മക്കളും ഹസ്ബൻഡും കഴിച്ചു. എനിക്ക് വലിയ ഇഷ്ടമല്ല ഇങ്ങനത്തെ ചീസ് ഇട്ട വലിയ സംഭവങ്ങളൊന്നും. ഒമാൻ ചിപ്സ് കുറഞ്ഞു പോയി എന്നുള്ള സങ്കടത്തിലായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വല്ലാണ്ട് പിടിച്ചില്ല. ഒമാൻ ചിപ്സ് അവർ കുറച്ചേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി. അരിപ്പ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവിടുന്ന് ആണ് പിന്നെ ഫുഡ് ഞങ്ങൾ കഴിച്ചത്. ഇന്നത്തെ ഡയറ്റും സംഭവങ്ങളൊക്കെ ഗോവിന്ദയാണ് എന്തായാലും. അപ്പോൾ ഇത് ചിക്കനും ഇതൊക്കെ കഴിച്ചത്, വല്ലാണ്ട് ബ്രെഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പം അടുത്ത് ഷോപ്പ്, നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് കണ്ടില്ല. ഒരു ക്യൂരിയോസിറ്റി അവിടെ എന്തായാലും. അപ്പോൾ ഒരു വണ്ടി ആയിട്ട് പോകണം. ഞങ്ങളത് സിഗ്നലിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു നിമിഷം ഫുഡ് കഴിച്ചതിന് എനർജിയിലാ തോന്നുന്നുണ്ട്. മാപ്പി മോനും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി, ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. അവിടുന്ന് വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് എന്താ പറയുക, കറങ്ങി ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി, അവിടെ എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കി, അത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.